ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് കണ്ടാലോ? തടാ, ഇതൊക്കെയാണ് അസക്ക് കിട്ടിയ ഗിഫ്റ്റ്. ആദ്യം കിട്ടിയതാ ഈ വണ്ടിയാണ്. ഹസ്ബൻഡ് ഏട്ടൻ കൊടുത്തൊരു വണ്ടിയാട്ടോ ഇത്. നമുക്ക് ഇപ്പോഴൊന്നും ചവിട്ടാൻ പറ്റില്ല, പക്ഷെ മൂപ്പർക്ക് ആ പാട്ടൊക്കെ ഇഷ്ടമായിക്കിന്. പിന്നെ ഇതാ ഈ ഒരു വണ്ടി, ഇത് ഞങ്ങളുടെ നെയ്ബർ തന്നായിരുന്നു. ഇത് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി, കാരണം അവളുടെ പാകത്തിനുള്ള വണ്ടിയായിരുന്നു. അതിനിടയിൽ കൂടെ ക്യാമറ കണ്ട് അത് തട്ടിപ്പറിക്കാൻ നോക്കി, പിന്നെ പിടിച്ചു മാറ്റിയപ്പോൾ പുള്ളിക്കാരനെ മൂപ്പര വണ്ടി എടുത്ത് പോകുന്ന കാഴ്ചയാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇതാ മൂന്നാമത്തെ വണ്ടി, ഇത് എൻ്റെ സിസ്റ്റർ കൊടുത്ത വണ്ടിയാണ്. എല്ലാ വണ്ടികളിലും പാട്ട് വെക്കാൻ പുള്ളിക്കാരിക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. മൂപ്പർ തന്നെ പോയി ബട്ടൺ നിൽക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൈകാര്യമൊക്കെ മൂപ്പർ അടിപൊളിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വണ്ടിയും അത്യാവശ്യം അവൾക്ക് ഇഷ്ടമായി, അവളുടെ പാകത്തിനുള്ള വണ്ടിയാണ്. ഇതിന്റെ ഒരു ഫൺ പാർട്ട് എന്താന്ന് വെച്ചാൽ, എല്ലാ വണ്ടിയും നിരത്തി വെച്ചതിന് ശേഷം പുള്ളിക്കാരി പോയി ഓരോ വണ്ടിയായിട്ട് പോയി അമർത്തുമായിരുന്നു. പാട്ട് ഓരോ വണ്ടിയിലും പാട്ട് വെച്ച് ഫുള്ള് പാട്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കാറ് കിട്ടി. ഇതെന്റെ കസിൻസ് ബ്രദേഴ്സ് കൊണ്ടേ കൊടുത്തതാണ് അവൾക്ക്. ഇതും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇതും അവളുടെ ഈ ഒരു സമയത്ത് അവൾക്ക് ഓട്ടാൻ പറ്റിയ ലെവലിലുള്ള പാകത്തിനുള്ള വണ്ടി ആയതുകൊണ്ട് ഇതും അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അവൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഈ വണ്ടിയിലും. പിന്നെ പാട്ടായി ഡാൻസായി, കണ്ടില്ലേ? പിന്നെ ഞാൻ ലേശം വണ്ടിയിൽ കയറ്റി ഇരുത്തി കൊടുത്തു. അപ്പോഴും പുള്ളിക്കാര് തന്നെ പാട്ട് വെച്ച് ഫുൾ ഡാൻസ് ആയി. പിന്നെ കകന്റെ വേറൊരു കസിൻ കൊടുത്തതാണ് അവൾക്ക് ഈ ആനനെ അവൾക്ക് ഇഷ്ടമായി. പിന്നെ എന്റെ ഫ്രണ്ട്സ് പണ്ട് കൊടുത്തതായിരുന്നു ഈ ടെഡി. അതെങ്ങനെയോ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ്. പിന്നെ അതാ ഈ ഒരു ടെഡി ഞങ്ങളുടെ അയൽവാസി കൊടുത്തായിരുന്നു. പിന്നെ ഈ ഒരു ഗിഫ്റ്റ്, അത് ഞാൻ അവൾക്ക് കണ്ടപ്പോൾ, അവൾക്ക് ഈ പാട്ട് കേട്ട് ലൈറ്റ് കത്തുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയൊരു ഗിഫ്റ്റാണിത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഞാൻ പാക്ക് ചെയ്തതുകൊണ്ട് ഞാൻ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി അത് അൺപാക്കും ചെയ്യുന്നുണ്ട്. കാരണം ആ കവർ നമുക്ക് എടുത്ത് വെക്കാമല്ലോ. അതുകൊണ്ട് അവൾ നല്ല ക്ഷമയോടുകൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഈ ഒരു ടോയ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതൊരു ജമ്പിങ് ടൈഗർ ആണ്. പാട്ട് വെച്ചത് അങ്ങനെ കളിച്ചോളും. കേൾപ്പിച്ചുതരാം. അത് കൈ കിട്ടിയപ്പോൾ പിന്നെ പുള്ളിക്കാരി അതുകൊണ്ടായി കളിയൊക്കെ. അപ്പോഴേക്കും ഞാൻ രണ്ടാമത് അവൾക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നായ്ക്കുട്ടി കമന്നിട്ട് അതേ ഇതിൽ കളിക്കുന്ന കണ്ട് വാപ്പയും മോള് നല്ല ചിരിയായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടി വാങ്ങി, സെറ്റായിരുന്നു. പിന്നെ അവൾക്ക് 2 ഗിഫ്റ്റ് ഡ്രസ്സസ് കിട്ടിയിരുന്നു. ഡ്രസ്സ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ കിട്ടിക്കുന്നു. ഇതിപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊണ്ടു തന്നൊരു ഗിഫ്റ്റാണ്. ഈ ഒരു മീഡിയം ഒത്തിരി നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തൊക്കെ ആയിട്ട് എനിക്കിഷ്ടമായി. പിന്നെ ഇതാ ഈ ഒരു ഉടുപ്പ് നിങ്ങളുടെ അയൽവാസി തന്നാണ്. പിന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് അൺപാക്ക് ചെയ്യാനുള്ള സാധനം. ഇത് ഞങ്ങൾ അൺപാക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ആ ബോക്സിലുള്ളത് അതുപോലെ തന്നെയാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി വലുതായാലേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്താണ്. സോ ഇതൊക്കെയാണ് നമ്മളെ ഗിഫ്റ്റ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.